ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാത്തരം കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു. ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ കെടുതികൾ പരിഹരിക്കാൻ കേരളത്തെ സഹായിക്കുവാനുള്ള ഉത്തരവാദിത്തത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ ഒളിച്ചോടുകയാണെന്ന് ആലത്തൂർ MP കെ രാധാകൃഷ്ണൻ ലോക്സഭയിൽ പറഞ്ഞു. സഹായം നൽകുന്നില്ലെന്ന് മാത്രമല്ല, അന്യായമായി കേരളത്തെ കുറ്റപ്പെടുത്തുകയാണ് കേന്ദ്രമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദുരന്തബാധിതരെ സഹായിക്കാൻ സംസ്ഥാന സർക്കാർ കഴിയുന്നതെല്ലാം ചെയ്തു വരികയാണെന്നും ഡിസാസ്റ്റർ മാനേജ്മെന്റ് നിയമ ഭേദഗതി ബില്ലിന്റെ ചർച്ചയിൽ പങ്കെടുത്ത് അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി ദുരന്തമേഖല നേരിട്ട് സന്ദർശിച്ച് ഡൽഹിയിൽ മടങ്ങിയെത്തിയപ്പോൾ സഹായം പ്രഖ്യാപിക്കുമെന്ന് പൊതുവെ പ്രതീക്ഷിച്ചിരുന്നു. കേന്ദ്രമന്ത്രിമാരും ഉദ്യോഗസ്ഥതല സംഘവും സന്ദർശിച്ചു. കേരളത്തിന് സഹായം ലഭിച്ചിട്ടില്ല. 420 പേരുടെ ജീവൻ നഷ്ടപ്പെട്ട ആയിരങ്ങൾ ഭവനരഹിതരായ ദുരന്തമാണുണ്ടായത്. 300 ഹെക്ടറിൽ പരം കൃഷിയോഗ്യമായ സ്ഥലമടക്കം 603 ഹെക്ടർ ഭൂമി ഒലിച്ചുപോയി. 2200 കോടിയിൽ പരം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. സംസ്ഥാന സർക്കാരുകളുമായോ തദ്ദേശ സ്ഥാപനങ്ങളുമായോ ചർച്ച നടത്താതെയാണ് നിയമ ഭേദഗതി കൊണ്ടുവന്നത്. അധികാര കേന്ദ്രീകരണമാണ് ലക്ഷ്യം. അടിത്തട്ടിൽ ജനങ്ങളുടെ പ്രയാസങ്ങൾ ബോധ്യപ്പെടുന്നവരെ വിശ്വാസത്തിലെടുക്കാതെയാണ് നിയമങ്ങൾ കൊണ്ടുവന്നത്. ലോകമെമ്പാടും പ്രകൃതി ദുരന്തങ്ങൾ ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ ഈ മേഖലയിൽ സമഗ്ര കാഴ്ചപ്പാടുണ്ടാകണം. ഇതിന്റെ അഭാവം ബില്ലിൽ പ്രകടമാണെന്നും കെ രാധാകൃഷ്ണൻ പറഞ്ഞു. 2005 ഡിസാസ്റ്റർ മാനേജ്മെന്റ് നിയമമാണ് ഭേദഗതിയിലൂടെ തിരുത്താൻ വേണ്ടി ഇവിടെ ശ്രമിക്കുന്നത്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് അമെൻമെന്റ് ബില്ല് അവതരിപ്പിക്കുന്ന സന്ദർഭത്തിലും അത് ചർച്ച ചെയ്യുന്ന സന്ദർഭത്തിലും നാം പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട കാര്യം, മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണോ ഈ ബിൽ കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ള ഒരു സംശയമാണ് ആദ്യമായിട്ട് എനിക്ക് പ്രകടിപ്പിക്കാനുള്ളത്. നമുക്കറിയാം, ലോകത്തിലും നമ്മുടെ രാജ്യത്തും വലിയ രീതിയിലുള്ള പ്രകൃതി ദുരന്തങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വ്യത്യസ്ത രീതിയിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ഇപ്പോൾ ലോകത്തും നമ്മുടെ രാജ്യത്തും ഉണ്ടാകുന്ന വർദ്ധിച്ച പ്രകൃതി ദുരന്തങ്ങളെ നേരിടാൻ പ്രാപ്തമാകുന്ന രീതിയിൽ ഒരു കോംപ്രിഹെൻസീവായിട്ടുള്ള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ബില്ലാണ് നാം കൊണ്ടുവരികയും ചർച്ച ചെയ്യുകയും പാസ്സാക്കുകയും ചെയ്യേണ്ടത് എന്നാണ് തോന്നുന്നത്. അത്തരത്തിൽ ഈ ബില്ലിൽ ഒരു കാഴ്ചപ്പാടുണ്ട് എന്ന് പറയാൻ വേണ്ടി കഴിയും. ലോകത്താകെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ദുരന്തങ്ങൾ അത് മനുഷ്യരാശിക്ക് വലിയ രീതിയിലുള്ള വിപത്താണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് വെള്ളപ്പൊക്കത്തിൻ്റെ രൂപത്തിൽ, അതുപോലെ മണ്ണിടിച്ചിലിൻ്റെ രൂപത്തിൽ, കൊടുങ്കാറ്റിൻ്റെ രൂപത്തിൽ, അതുപോലെ വരൾച്ചയുടെ രൂപത്തിൽ എല്ലാം നമ്മുടെ സമൂഹത്തെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. കർഷകർ വർഷങ്ങളോളം കഷ്ടപ്പെട്ടുണ്ടാക്കിയ വസ്തുക്കളെല്ലാം നശിച്ചു പോകുന്ന സ്ഥിതിയുണ്ടായി. ഏകദേശം സംസ്ഥാന ഗവൺമെൻറ് കണക്കാക്കിയിരിക്കുന്നത് 2221 കോടി രൂപ നഷ്ടപ്പെട്ടു എന്നാണ്. ആ നഷ്ടപ്പെടൽ ഉണ്ടായ സന്ദർഭത്തിൽ അത് കേന്ദ്ര ഗവൺമെൻറ്റിൽ അതിനെ സംബന്ധിച്ചുള്ള മെമ്മോറാണ്ടം സമർപ്പിക്കുകയുണ്ടായി. ന്യൂസ് ഡെസ്ക് VCV.